ഹലോ, നമ്മളിന്നൊരു മീൻകറി വെക്കാൻ പോകണം കേട്ടോ. ഹോസ്റ്റലിലാണേ. അപ്പോൾ ഉലുവ, തക്കാളി, പച്ചമുളക്, വെളിച്ചെണ്ണ ഇങ്ങനെ കുറേ ഐറ്റംസൊക്കെ നിരത്തി വെച്ചിട്ട് ഒരു മൺചട്ടി ചൂടായി. അപ്പോൾ ചൂടായപ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ ഇതിനകത്തോട്ട് വഴറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യം തൊട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതാണ് ഒരു വിഷമമുള്ളത്. അങ്ങനെ നമ്മളൊരു 10 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് വഴറ്റി സെറ്റാക്കിയിട്ട് വേണം നമ്മൾ ഒരു തരത്തിലൊന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ മിക്സിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തട്ടിക്കൂട്ടാണ് കേട്ടോ. അപ്പോൾ ജിഞ്ചറും ഗാർലിക്കും കൂടെ നന്നായിട്ട് ഇടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ആ പച്ച മണമൊക്കെ പോകുമ്പോഴത്തേക്കും കുറച്ച് കരിവേപ്പില അങ്ങോട്ട് കോരിയിടാം, ഇഷ്ടമുള്ളത്ര ഇടാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞപ്പൊടി അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഇങ്ങനെ ഇടുക. നമ്മുടെ ആ ഒരു അളവിനനുസരിച്ച് അങ്ങ് ഇടുക കേട്ടോ. ടേബിൾ സ്പൂണും ടീസ്പൂണും ഒന്നും അല്ല പറയുന്നത്. അതൊക്കെ പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനാണ് ഗൈസ്. ഒരുപാട് എരിവ് വേണ്ടവർക്ക് നോർമൽ മുളക് പൊടി, എരിവ് കുറവുള്ളവർക്ക് കാശ്മീരി കൂടുതലിടാം കേട്ടോ. ഞാൻ എന്നെ ഇട്ടാലും വീട്ടിൽ പൊടിച്ച് നമ്മുടെ കുരുമുളക് ലേശം ഇടും കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലേവർ വേറെ തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ കുരുമുളക് പൊടി ഇട്ടു. പിന്നെ നമ്മുടെ മെയിൻ മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ. മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പൊടിപ്പിച്ചുകൊണ്ട് വന്നേക്കുന്നതാണ് കേട്ടോ. അവിടെ ഒരു വീട്ടിൽ നിന്ന് മഞ്ഞൾ ഉണക്കി പൊടിച്ചത് ഗൈസ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കരിഞ്ഞു പോകരുത്. സ്റ്റൗ എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ എരിവുള്ള മുളക് പൊടി ലേശം ഇട്ടിട്ടുള്ളൂ. കാരണം ഭയങ്കര എരിവായിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഒരു മീഡിയം എരിവ് മതി. ഇനി ഇതിൻ്റെ ഒരു പച്ച ഒരു ഫ്ലേവറുണ്ട്, അതെല്ലാം അങ്ങോട്ട് പോകുന്നിടം വരെ പിന്നെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം. ഇതൊരു കുഞ്ഞു മീൻ കറിയാണ് കേട്ടോ. മീൻ നമ്മൾ മുമ്പേ മുളകൊക്കെ പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് ഞാൻ അതൊന്നും കാണിക്കുന്നില്ല. അപ്പോഴാണ് മല്ലിപ്പൊടി ലേശം ഇട്ടേക്കാന്ന് ഓർത്തപ്പോൾ മല്ലിപ്പൊടിയും കൂടി ഇട്ടു കേട്ടോ. മറന്നു പോയായിരുന്നു. ഇങ്ങനത്തെ തട്ടിക്കൂട് കുക്കിങ്ങൊക്കെ ഇങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ നമ്മൾ ഹോസ്റ്റലിലെ PG-ആണ്. ഇതുപോലെ ചെറുതായിട്ട് കുക്കൊക്കെ ചെയ്തിട്ടാണ് സൺഡേ ഒക്കെ ഫുഡൊക്കെ കഴിക്കുന്നത് ഗൈസ്. വീട്ടിൽ പോകാത്ത ദിവസം എന്നിട്ട് ചെറിയ ഒരു മധുരക്കിഴങ്ങൊക്കെ വാങ്ങിച്ച് കഴിക്കും. അങ്ങനെ നമ്മൾ അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുക കേട്ടോ. ഇതിൻ്റെ ആ പൊടിയെല്ലാം ഒന്ന് കലങ്ങിയിട്ട് കിടക്കുന്ന അത്രയും വെള്ളം മതി. കാരണം ഒന്ന് കുറുകി വരാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പൊടിയെല്ലാം കട്ട പിടിച്ച് കിടക്കുമായിരിക്കും. അതെല്ലാം ഇളക്കി നന്നായിട്ട് കൊടുക്കണം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ നിന്ന് കൂട്ടാൻ പാടില്ല. എന്നിട്ട് നമ്മൾ ഉണക്ക കുടംപുളിയില്ലേ, അത് ഇതുപോലെ വെള്ളത്തിലിട്ട് കഴുകിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒഴിച്ചു. അപ്പോൾ ഒരു പുളിയുടെ ഒരു ഇതങ്ങോട്ട് കൂടി വരും. തക്കാളി ഉള്ളതുകൊണ്ട് ഒത്തിരി പുളി ഇടണ്ട. ഞാനൊരു 2 പുളി പിന്നെ ഒരു ബ്രോക്കൺ ആയിട്ടുള്ളൊരു പുളിയും കൂടെയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിന് തിളയ്ക്കണം. അങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നിട്ടെ നമ്മുടെ മീൻകറി തിളച്ച് വന്നിരിക്കുകയാണ് ഗൈസ്. പൊടിയൊക്കെ പിടിച്ച് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി മീനിടുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. അങ്ങനെ നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ കൂടി നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മീനിൻ്റെ ആ ഒരു പീസിനും ഒരു കളറൊക്കെ വരും, അല്ലെങ്കിൽ ഒരുമാതിരി കഴുകി ഊറ്റിയ പോലെ ഇരിക്കും. അങ്ങനെ ഇരിക്കാതിരിക്കാൻ വേണ്ടി മീൻ ഒരു 10 മിനിറ്റ് മുമ്പേ ഇതെല്ലാം ഒന്ന് മസാലയൊക്കെ ഒന്ന് പുരട്ടി വെച്ചിട്ട് ഇതിനകത്തേക്ക് ഇടുവാണെങ്കിൽ അത് ഞാൻ കണ്ടുപിടിച്ചാണ് കേട്ടോ. നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇവിടെ കടുക് പൊട്ടിക്കുകയില്ല, ഉള്ളി ഇടത്തില്ല കേട്ടോ. ഇടുക്കി മീൻകറി അങ്ങനെയാണ്. അതും ഇത് ഞാൻ തന്നെ പഠിച്ചാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ മീൻകറി തിളച്ച അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് ഏകദേശം ഇതൊന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ ആ പീസ് ഉടഞ്ഞു പോവാതെ ഇളക്കി കൊടുത്തിട്ട് ലേശം വെളിച്ചെണ്ണ മേളിലേക്കൂടെ ഒഴിക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ കറിവേപ്പില മേളിലേക്കൂടെ ഒന്ന് തൂവാവുന്നതാണ്. ഇനി നമുക്ക് ചോറുണ്ടാലോ, ലേശം ചോറെടുക്കുക, കൂടുതൽ കറി എടുക്കുക. അപ്പം ഇന്നത്തെ മീൻകറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അത്രയേ ഉള്ളൂ. ഇനി അടിപൊളി ഒരു ഹോസ്റ്റൽ റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. സപ്പോർട്ട് ചെയ്യണം. പിന്നെ മീൻകറി ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ കുടംപുളി ഇതിന്ന് എടുത്ത് മാറ്റിയില്ലെങ്കിൽ ഭയങ്കര പുളിയായിരിക്കും കറിക്ക്. അത് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ചും കൂടെ കറി എടുത്തു. ഇനി ചോറുണ്ണാൻ പോണ്. അത്രേ ഉള്ളൂ. ടാ.